വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 27. നമ്മൾ ശ്ലോകം 35 ചെയ്തു. അതിൽ നമ്മളെന്താണ് പറഞ്ഞു വെച്ചാൽ എന്താണ് പറയുക, അതായത് വേണമെങ്കിൽ എണ്ണ തേച്ച് കുളിപ്പിക്കുക, നല്ലോണം ഭഗവാനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തേയ്ക്കുക, അങ്ങനെ മസാജിങ് പോലെയൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കുക, വാകച്ചാർത്ത ഒക്കെ നമ്മൾ പതിവുണ്ടല്ലോ ഗുരുവായൂർ, അതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ അന്നദാനം, ഗീതം, നൃത്യം, ഇതൊക്കെ ഭക്തിയോട് കൂടിയിട്ട് എനിക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതാണ്, പറ്റുകയാണെങ്കിൽ എന്ന് മാത്രം. അപ്പോൾ ഈ 36 വായിക്കാം. അതാണ് ഭഗവാൻ പറഞ്ഞത് അല്ലേ. എണ്ണ തേയ്ക്കുക അതൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ നമ്മളുടെ സൗകര്യം പോലെയും സമയം പോലെയും അവനവൻ്റെ കഴിവ് പോലെയൊക്കെ ചെയ്യാം. ഈ 36 വായിക്കാം കേട്ടോ. വിധിനാ വിഹിതേ കുണ്ടേ മേഖലാഗർത്തവേദിഭി അഗ്നിമാഥായ പരിത സമൂഹേത് പാണിനോദിതം. 36 വിധിന, അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോ ഗുരുവിൻ്റെ അനുസരിച്ച് എന്തെങ്കിലും നമ്മൾ ഫോളോ ചെയ്യണ ശാസ്ത്രം അനുസരിച്ച് വിധിപ്രകാരം മേഖലാംഗർത്തവേദിഭി, മേഖല കുഴി വേദി ഇവകളോട് വിഹിത നിർമ്മിക്കപ്പെട്ട കുണ്ടത്തിൽ, ആ ഹോമകുണ്ടത്തിൻ്റെ കാര്യമാണ് പറയണം കേട്ടോ, അതെനിക്ക് ഒന്നും അറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് കുണ്ടം നിർമ്മിക്കാമെന്നൊക്കെ. എന്തായാലും വേണ്ട പോലെ വിധിപ്രകാരം നിർമ്മിച്ച കുണ്ടത്തിൽ അഗ്നിം ആധായ, അഗ്നിയെ ജ്വലിപ്പിച്ച്, ഉദിതം ജ്വലിക്കുന്ന അഗ്നിയെ, പരിതഹ 4 ദിക്കുകളിൽ നിന്നും, പാണിനാ സമൂഹേ കരങ്ങളാൽ ഒന്നായി ചേർക്കണം. അതൊരു ഇതാണ് എന്താ പറയണ വെച്ചാൽ, പിന്നെ വിധിപ്രകാരം അഗ്നികുണ്ഡം ജ്വലിപ്പിച്ചിട്ട് മേഖലാഗർത്തം വേദി എന്നിവയോട് കൂടിയതാണെന്ന് പറയണ്ടല്ലോ അല്ലേ. പിന്നെ മേഖല ഇതിൽ പറയണ്ടല്ലോ, മേഖലാഗർത്ത വേദിഭി. അപ്പം മേഖലാഗർത്തം വേദി എന്നിവയോട് കൂടിയതും വിധിപ്രകാരം ഉണ്ടാക്കിയതായിട്ടുള്ള അഗ്നിയിൽ തീ ജ്വലിപ്പിച്ചിട്ട് അത് 4 ഭാഗത്തേക്കൊക്കെ പാളിപ്പോണ്ടെങ്കിൽ അതിനെ കൈകൊണ്ട് നടുക്കിൽ തന്നെ കത്തണത് പോലെ ആക്കി തീർക്കണം. അപ്പോൾ പുല്ലുകൊണ്ട് ഉണ്ടാക്കണതാണത്ര ഈ മേഖല എന്ന് പറഞ്ഞത്. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും കത്തിക്കാനും ഒക്കെ ആണോ എനിക്കറിയില്ല, എങ്ങനെയായാലും. അപ്പോൾ പിന്നെ എന്താണ്, പല വലിപ്പത്തിൽ പുല്ലിങ്ങനെ കെട്ടി വെച്ചതാണ് അത്ര മേഖല, അങ്ങനെ ഞാൻ വായിച്ചു. അപ്പോൾ പിന്നെ അതും എന്തായാലും വിധിപ്രകാരം ഒരു കുണ്ടം ഉണ്ടാക്കിയിട്ട് അതിൽ തീ ജ്വലിപ്പിച്ചിട്ട് ആ തീയിനെ നടുക്കിൽ തന്നെ കത്താൻ തൊക്കണം, 4 ഭാഗത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് ശരിക്കും കത്തിപ്പിക്കണം എന്ന് ചുരുക്കം. വിധിനാ വിഹിത അഗ്നിയിലാണ് ഭഗവാനെ ആരാധിക്കണമെങ്കിലാണ് കേട്ടത്. വിധിനാ വിഹിതേ കുണ്ടേ മേഖലാഗർത്തവേദിഭി അഗ്നിമാഥായ പരിത സമൂഹേത് പാണിനോദിതം. കൈകൊണ്ട് 4 പുറത്താക്കിയിട്ട് നടുക്ക് തന്നെ കത്തണ പോലെ ആക്കണം എന്ന് പറയണം. ഇനി ഹോമത്തിന് ഉപയോഗിക്കുന്നതൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ വേണമെന്നൊക്കെയാണ്. പരിസ്ഥിര്യാഥ പര്യുക്ഷേധന്വാധായ യഥാവിധി പ്രോക്ഷണ്യാസാദ്യ ദ്രവ്യാണി പ്രോക്ഷ്യാഗ്നൗ ഭാവയേതമാം. അപ്പോൾ 37 എന്താണ്, അഥ അതിനുശേഷം അങ്ങനെ തീയൊക്കെ ശരിക്കും നിറയെ കത്താൻ തുടങ്ങി. പരിസ്ഥിര്യ ദർഭകളാൽ പരിസ്തരണം ചെയ്ത് പര്യുക്ഷേത് പ്രോക്ഷിക്കേണ്ടതാകുന്നു. യഥാവിധി അനന്തരം അന്വാധായ, അതേത് ദേവതയാണെന്ന് വെച്ചാൽ ആ ദേവതയെ വിചാരിച്ച് പിന്നെ അഗ്നിയിൽ നമ്മൾ ദ്രവ്യാണി ഹോമദ്രവ്യങ്ങളെ അഗ്നിക്ക് വടക്കിൽ വെച്ചിട്ട്, വടക്ക് ഭാഗത്ത് വെക്കണം. എന്താണ് ഹോമിക്കേണ്ട ചാത, എന്നിട്ട് പ്രോക്ഷണി ജലത്താൽ ഇങ്ങനെ 4 പുറം അങ്ങനെ എന്താ പറയുക തളിക്കും. ആ തളിക്കാൻ ഉപയോഗിക്കുന്ന ജലത്താൽ പ്രോക്ഷിച്ച്, അതായത് ഈ കുണ്ടത്തിന് 4 പുറം അങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ തളിക്കും. അത് ചെയ്തിട്ട് അഗ്നൗ മാം ഭാവയത്, അഗ്നിയിൽ എന്നെ ധ്യാനിക്കണം. അപ്പം അഗ്നിയിൽ കൂടിയാണ് ധ്യാനിക്കണം വെച്ചാലാണ് അത് പറയണത് കേട്ടോ. അതായത് എന്താ പറയുന്നത് വെച്ചാൽ വിധിപൂർവ്വം തയ്യാറാക്കണം എന്ന് പറഞ്ഞല്ലോ കുണ്ടം, എന്നിട്ട് അഗ്നി ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞു, നേരെ കത്തണം. എന്നിട്ട് ഹോമദ്രവ്യങ്ങളെ
വിധിപൂർവം ശുദ്ധീകരിച്ചിട്ട്, അതായത് എങ്ങനെയാണ് പിന്നെ ഗുരു അല്ലെങ്കിൽ നമ്മുടെ വിധിപ്രകാരം എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ശുദ്ധീകരിച്ച് കുണ്ടത്തിലേക്ക് ഈ ഇടാം, കൊടുക്കാം, കുണ്ടത്തിൽ വയ്ക്കാം എന്ന് പറയുകയാണ്. അതായത് അതിന് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതായത് പിന്നെ എന്താണ്, ദർഭപ്പുല്ലുകൾ കൊണ്ട് 4 പുറവും ഇങ്ങനെ വെച്ച് പിന്നെ എന്താണ്, എന്നിട്ട് വിധിപ്രകാരം അന്വധാനമെന്ന സമിധോമം ചെയ്ത് അഗ്നിക്ക് വടക്ക് ഭാഗത്ത്, അത് പേരാണ് അന്വധാനം എന്ന് പറഞ്ഞിട്ടൊരു ഹോമം, എന്നിട്ട് അഗ്നിക്ക് വടക്ക് ഭാഗത്ത് ഹോമിക്കാനുള്ള സാധനങ്ങളെല്ലാം ആ കുണ്ടത്തിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ചിട്ട് പിന്നെ ജലം കൊണ്ട് 4 പുറവും മെഴുകുക എന്ന് പറയാം നമുക്ക് മലയാളത്തിൽ. കുണ്ടത്തിന് 4 പുറവും ജലം കൊണ്ട് മെഴുകി, എന്നിട്ട് പിന്നെ അഗ്നിയിൽ ഈ ദ്രവ്യങ്ങളൊക്കെ ഇട്ട് എന്നെ പൂജിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. പരിസ്ഥീര്യ പരുക്ഷേദ്വന്വാധായായ യഥാവിധി ആസാദ്യ ദ്രവ്യാണി പ്രോക്ഷ്യ അഗ്നൗ ഭാവയേതമാം. അങ്ങനെ ജലം കൊണ്ട് ഇങ്ങനെ 4 പുറം മെഴുകി അഗ്നിയൊക്കെ ശരിക്കും കത്തിയതിന് ശേഷം വടക്ക് ഭാഗത്ത്, ആ കുണ്ടത്തിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച ദ്രവ്യങ്ങൾ എനിക്ക് ഭക്തിയോടുകൂടി ഹോമിക്കാം എന്നെ ധ്യാനിച്ചിട്ട്. ഇനി 38ഉം 39ഉം നമുക്കൊന്നിച്ച് ചെയ്യാം കേട്ടോ. തപ്തജാംബൂനദപ്രഖ്യം ശംഖ, ഞാൻ ഏത് സ്വരൂപത്തിനെയാണ് വർണ്ണിക്കേണ്ടതെന്നാണ് പറയണത് കേട്ടോ. തപ്തജാംബൂനദപ്രഖ്യം ശംഖചക്രഗദാംബുജൈ ലസച്ചതുർഭുജം ശാന്തം പത്മകിഞ്ചൽക്കവാസസം സ്ഫുരത്കിരീടകടക കടിസൂത്രവരാംഗദം ശ്രീവത്സവക്ഷസംഭ്രാജത് കൗസ്തുഭം വനമാലിനം. എങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ 2 പറഞ്ഞത് കേട്ടോ. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ. അതായത് സ്വർണത്തിൻ്റെ തപ്ത ജാംബൂനദപുജം, അതായത് ഉരുക്കിയ സ്വർണത്തിൻ്റെ, അതാണ് തപ്തം, ചൂടുള്ളതാണ്. അപ്പോൾ ഉരുക്കിയ സ്വർണത്തിൻ്റെ ശോഭയുള്ളതും ശംഖചക്ര ഗദാംബുജങ്ങളുള്ള 4 കൈകളോട് കൂടിയതും മഞ്ഞപ്പട്ട അണിഞ്ഞതും കിരീടം കടകം കടിസൂത്രാംഗത ശോഭിതവും, അതായത് അരഞ്ഞാള്, കിരീടം, വള, അരഞ്ഞാള്, പിന്നെ പൂണൂല് ഒക്കെ പിന്നെ ഈ തോളത്ത് കെട്ടുന്നത് എല്ലാം അണിഞ്ഞിട്ട് വളരെ ശോഭയോടു കൂടിയതും ശ്രീവത്സം അണിഞ്ഞ വക്ഷസ്സും കൗസ്തഭവും വനമാലയും അണിഞ്ഞ മാറിടവും അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള എൻ്റെ രൂപത്തെ ധ്യാനിക്കണം എന്നാണ് ഈ 2 ശ്ലോകത്തിൽ. അത് നമുക്ക് അറിയാം അല്ലേ. അതായത് ശരിക്കും എന്താണ്, ചുട്ടുപഴുത്ത അല്ലെങ്കിൽ ഉരുക്കിയ സ്വർണത്തിന് തുല്യം ഉള്ള പ്രകാശം, ഉരുക്കിയ സ്വർണം പോലെ ഭഗവാൻ തന്നെ പ്രകാശിക്കുകയാണ്. അങ്ങനത്തെ പ്രകാശമുള്ളവനും പിന്നെ ശംഖുചക്രഗദാ പത്മം ധരിച്ചവനും, 4 തൃക്കൈകളിൽ ശംഖുചക്രഗദാ പത്മം ധരിച്ചവനും, പരമശാന്തനും, പിന്നെയോ നല്ല പീതാംബരം ധരിച്ചവനും, നല്ല ഭംഗിയുള്ള കിരീടവും വളകളും അരഞ്ഞാണും തോൾവളകളും ഒക്കെ അണിഞ്ഞവനും, നല്ല അതായത് സർവ ആഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെയാണ് വിചാരിക്കാൻ പറയണം കേട്ടോ. എന്നിട്ട് വക്ഷസിൽ ശ്രീവത്സൻ്റെ ആ മറുക, പിന്നെയോ കൗസ്തുഭവും വനമാലയും ധരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ എന്നെ ഈ അഗ്നിയിൽ ധ്യാനിക്കണം. തപ്തജാംബൂനദപ്രഖ്യം ശംഖചക്രഗദാംബുജൈ ലസച്ചതുർഭുജം ശാന്തം പത്മകിഞ്ചൽക്കവാസസം സ്ഫുരത്കിരീടകടക കടിസൂത്രവരാംഗദം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭം വനമാലിനം. ഇനി 40-41 ഒന്നിച്ച്. ധ്യായന്നഭ്യർച്ച്യ ദാരൂണി ഹവിഷാഭിഘൃതാനി ച പ്രാസാജ്യഭാഗാവാഖാരൗ ഭാഗാവഖോരൗ ദത്വാ ചാജ്യപ്ലുതം ഹവിഃ ജുഹൂയാന്മൂലമന്ത്രേണ ഷോഡശർച്ചാവധാനത. അതാണത്.
അച്ചാവധാനത ധർമാദിഭ്യോ യഥാന്യായം മന്ത്രൈഃ സ്വിഷ്ടകൃതം ബുധഃ. എന്താണ് ഇനിയിപ്പോൾ ഇതിൽ പറയണ വെച്ചാൽ, ധ്യാനിച്ചുകൊണ്ട് നമ്മളെ അഭ്യച്യ പൂജിച്ച് ഹവിഷ നെയ്യ്, ഇവിടെ ആജ്യം നെയ്യിനാൽ, അഭിഖായ അതായത് നെയ്യിനാൽ നനച്ച, ദാരുണി അതായത് ഈ എന്താ പറയുക, അഗ്നി ധ്യാനിച്ചിട്ട് ആരാധിച്ച് നെയ്യ് പുരട്ടിയ പിന്നെ ദ്രവ്യങ്ങളാണ്. നെയ്യും കൂടി ആഡ് ചെയ്യണം എല്ലാ ദ്രവ്യത്തിലേക്കും. അതാണ് നെയ്യിട്ടിട്ടുള്ള എന്താണ് ആ വാക്ക നോക്കട്ടെ കേട്ടോ ഞാൻ, ആഹാരങ്ങൾ എന്ന കർമ്മത്തെയും, അതൊന്നും എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ. എന്തായാലും ആഹാരങ്ങളെയും ആജ്യഭാഗങ്ങളെയും ദത്വ ചെയ്ത്, ആജ്യപ്ലുതം നെയ്യിൽ നനയ്ക്കപ്പെട്ട ഹവിസിനെ മൂലമന്ത്രത്താലും അവജാനത അതായത് ഇതാവണം, പിന്നെ ഹോമിക്കണം. ഷോഡകർച്ച 16 ഹൃക്കുകളുള്ള പുരുഷ സൂക്ത സ്ഥിരമായ പതിരുകൾ കൊണ്ടും, അതാണ് എന്തറിയോ, ഈ പുരുഷ സൂക്തം കൊണ്ടൊക്കെ പൂജിക്കണം എന്നാണ് പറഞ്ഞത്. 16 സൂക്തമുള്ളത്. മന്ത്രൈഹി നാമമന്ത്രങ്ങളാൽ, യഥാന്യായം പൂജാക്രമം അനുസരിച്ച്, ധർമാദിഭ്യ അങ്ങനത്തെ മുതലായ എല്ലാ പൂജാവിധികളും അനുസരിച്ച് ദേവതകൾക്കും സ്വിഷ്ടകൃതത്തിനെയും ബുധ ഇഹു ഹോമവിധി അറിഞ്ഞുകൊണ്ട്, ബുധൻ പറഞ്ഞാൽ അറിവുള്ളവരെ, ബുദ്ധിയുള്ളവരെ, അതായത് വിവേകമുള്ളവരെ നടത്തുള്ളൂ ബുധ. അങ്ങനെ ഹോമവിധി അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കണം. അതായത് ഇതൊക്കെ എന്താ ചെയ്യണമെന്ന് അവനവൻ നല്ലോണം മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അധികം ഫലം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ ഇതിൽ പറയണ വെച്ചാൽ, നെയ്യ് പുരട്ടിയത് ചമതക്കോല, അതായത് ഒരു തരം വിറകാണ് ചമതക്കോല, അതായത് കത്തും, നല്ലോണം കത്തും. അപ്പോൾ ഒരു പ്രത്യേക തരം മരത്തിൻ്റെ കുഞ്ഞു കൊമ്പുകളാണ് ചമതക്കോല. അപ്പോൾ അത് നെയ്യ് നല്ലോണം പുരട്ടിയാൽ നല്ലോണം കത്തൂലോ. അതുകൊണ്ടാണ് നെയ്യ് പുരട്ടിയ ചമത ഈ കുണ്ടത്തിലിട്ട് ജ്വലിപ്പിച്ചിട്ട് ആ അഗ്നിയിൽ, അപ്പം ചമത കൊണ്ട് കത്തണത്. ആദ്യം ദർഭപ്പുല്ലൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ, പലതരത്തിലുള്ളതൊക്കെ പറഞ്ഞില്ല. ഇപ്പോൾ ചമത എന്ന് പറഞ്ഞിട്ടൊരു വിറകിൻ്റെ കഷ്ണമാണത്. അത് പലരും കണ്ടിട്ടുണ്ടാവാം, ഞാനൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ഈ ബ്രഹ്മചാരികളൊക്കെ പിന്നെ ഉപനയനം കഴിഞ്ഞാലേ അത് ദിവസേന 2 നേരവും അവർക്ക് ഹോമിക്കൊക്കെ വേണം, ചെറിയ തീയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചമതക്കോല് ധാരാളം കണ്ടിട്ടുണ്ട്. ആ ചമതക്കോല് ചെറിയ കഷ്ണാക്കിയിട്ടുള്ളത് തന്നെ നെയ്യിൽ പുരട്ടിയിട്ട് ഈ ഹോമകുണ്ടത്തിലിടണം. അപ്പം നല്ലോണം കത്തുക നെയ്യ് പുരട്ടിയാലേ. എന്നിട്ട് ആ അഗ്നിയിൽ വിധിപ്രകാരം പ്രത്യേക ഹോമകർമ്മങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് മൂലമന്ത്രം ജപിച്ചിട്ടും, അതായത് ഏത് ദേവതയാണെന്ന് വെച്ചാൽ ആ ദേവതയ്ക്കുള്ള മൂലമന്ത്രവും പിന്നെ പുരുഷ സൂക്തവും ചൊല്ലി, മൂലമന്ത്രം ജപിച്ചും പുരുഷ സൂക്തം ചൊല്ലിയിട്ടും, അല്ലെങ്കിൽ ഏത് ദേവതയ്ക്കാണെന്ന് വെച്ചാൽ അവർക്ക് പ്രധാനമായിട്ടുള്ള മന്ത്രങ്ങൾ. ഇപ്പോൾ മഹാവിഷ്ണു ആണെങ്കിൽ പുരുഷ സൂക്തം, അല്ലെങ്കിൽ നമ്മൾ മഹാവിഷ്ണുവിനെയാണ് അഗ്നിയിൽ പൂജിക്കണമെന്ന് വെച്ചാൽ പുരുഷ സൂക്തം. അതായത് എന്തായാലും ഏത് ദേവതയ്ക്കാണെങ്കിലും ആ ദേവതയുടെ മൂലമന്ത്രവും പിന്നെ ആ ദേവതയ്ക്ക് ഏറ്റവും അഭികാമ്യമാണ് നമുക്ക് തോന്നണ മന്ത്രവും, അല്ലെങ്കിൽ എല്ലാവരും പറയണ, ഇപ്പോൾ മഹാവിഷ്ണുവിനാണെങ്കിൽ പുരുഷ സൂക്തം പോലെ ഏത് ദേവതയ്ക്കുള്ള ആ ദേവതയ്ക്ക് വളരെ പ്രിയമായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലി എന്നെ അർച്ചിക്കാം. പക്ഷേ എല്ലാം എന്നിലേക്ക് തന്നെയാണ് വരണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ആരെ പൂജിച്ചാലും മൂലമന്ത്രം അവരുടെ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾക്ക് ശിവനെയാണെന്ന് വെച്ചാൽ ശിവനെ പ്രാർത്ഥിച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം ശിവൻ്റെ മൂലമന്ത്രവും ശിവന് ഏറ്റവും പ്രധാനമായിട്ടുള്ള രുദ്രോ എന്താ വെച്ചാൽ അത് രുദ്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചൊല്ലി, അതും വേദമന്ത്രമാണ്. അപ്പോൾ ശ്രീരുദ്രമൊക്കെ ചൊല്ലി ശിവൻ്റെ മൂലമന്ത്രം ചൊല്ലി ഈ ഹവിസ് അർപ്പിക്കാം. പക്ഷെ അതൊക്കെ ആത്യന്തികമായിട്ട് ഭഗവാനിൽ തന്നെ എത്തി. പക്ഷെ ആരെയാണ് നമുക്ക് ഇഷ്ടദേവത വെച്ചാൽ ആ ഇഷ്ടദേവതയെ പൂജിക്കാം. ആ ഇഷ്ടദേവതയിൽ കൂടി ആത്യന്തികമായിട്ട് അത് എന്നിലെത്തുന്നതാണ് ഇതിൽ ഭഗവാൻ പറഞ്ഞത്. മൂലമന്ത്രം ജപിച്ചിട്ട് പുരുഷസൂക്തം ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ ഏത് ദേവതയ്ക്കാണ്
ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ മൂലമന്ത്രവും മന്ത്രങ്ങളും ചൊല്ലിയിട്ട് എന്നെ അർച്ചിക്കാം എന്നാണ് പറയണത് വെച്ചാൽ ഭഗവാനിൽ തന്നെ എത്തുന്ന അർത്ഥം. ധ്യായന്നഭ്യർച്ച ദാരൂണി, ദാരു പറഞ്ഞപ്പോൾ ഇവിടെ ഈ ചമതക്കോലിനെ പറയണേ. ഹവിഷാഭികൃതാനി ച, നെയ്യ് പരട്ടിയിട്ടേ. പ്രാസാജ്യ ആഘോരൗ ആഘാരൗ, അതൊരു തരം പിന്നെ എന്താണ് സമർപ്പണമൊക്കെയാണ്, നമുക്കതിൻ്റെ ഇതറിയില്ല. ദത്വ ചാജപ്ലുതം ഹവിഹി, എന്നിട്ട് നെയ്യും ഹവിസ് പിന്നെ ഹോമിക്കണം. ജുഹൂയാൻ മൂലമന്ത്രേണ, അതാണ് മൂലമന്ത്രം ഉപയോഗിക്കണം. ഷോഡശർച്ചാവധാനത, വേണ്ട പോലെ വിധിപ്രകാരമൊക്കെ ഹോമം ചെയ്യാം. ധർമാദിഭ്യോ യഥാന്യായം മന്ത്രൈഹി സ്വിഷ്ടകൃതം ബുധ, അങ്ങനെയാണ് അറിവുള്ളവരെ അത് മനസ്സിലാക്കി ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി 42. അഭ്യർച്ച്യാഥ നമസ്കൃത്യ പാർശ്വദേഭ്യോ ബലിം ഹരേത് മൂലമന്ത്രം ജപേത് ബ്രഹ്മ സ്മരൻ നാരായണാത്മകം. 42 അഥ, അതിനുശേഷം അങ്ങനെ പിന്നെ ഹോമിച്ച് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം അഭ്യർച്ച്യ, അഗ്നിയിലിരിക്കുന്ന അന്തര്യാമിയായിട്ടുള്ള എന്നെ പൂജിച്ച്, നമസ്കരിച്ച് അഗ്നിയിൽ കൂടിയാണല്ലോ എന്നെ പൂജിക്കണം. പാർഷദേഭ്യ, നന്ദൻ സുനന്ദൻ മുതലായ എൻ്റെ പാർഷദന്മാർക്ക് ബലിം ഹരേത്, ബലി ഇടണം, അവരെയും പൂജിക്കണം. എൻ്റെ കൂടെയുള്ള നമ്മൾ പറഞ്ഞില്ലേ നന്ദൻ സുനന്ദൻ കുമുദേക്ഷണൻ എന്നൊക്കെ പറഞ്ഞുവല്ലോ നമ്മൾ ആദ്യം. അവരൊക്കെ അവിടെ ഇരിക്കണതായിട്ട് സങ്കല്പിക്കണമെന്ന് പറഞ്ഞുവല്ലോ. ഭഗവാന്റെ കൂടെ വൈകുണ്ഠത്തിലുള്ള പാർഷദന്മാരെയൊക്കെ സ്മരിക്കണമെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അപ്പോൾ അവർക്കും ബലി കൊടുക്കണമെന്ന് പറയുകയാണ്. നാരായണാത്മകം, പിന്നീട് ആ പൂജ ചെയ്യുന്ന സ്ഥാനത്തിലേക്ക് വന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാരായണ സ്വരൂപനായ ബ്രഹ്മസ്മരൻ, പരബ്രഹ്മത്തിനെ ധ്യാനിച്ചുകൊണ്ട്, അതായത് നിർഗുണനായ നാരായണൻ തന്നെയാണ്, പക്ഷേ നിർഗുണമായ പരബ്രഹ്മത്തിനെ ധ്യാനിച്ച് മൂലമന്ത്രം ജപിക്കണം എന്നാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ, പൂജ ആദ്യം പറഞ്ഞല്ലോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി എന്നെ അർച്ചിക്കാം എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞാൽ. ഇനി പൂജയൊക്കെ കഴിഞ്ഞ് നമസ്കരിച്ചതിന് ശേഷം എൻ്റെ പാർഷദന്മാരായിട്ടുള്ള നന്ദൻ സുനന്ദൻ അല്ലേ, കുമുദേക്ഷണൻ, നമ്മൾ കുറേ ആൾക്കാരുടെ പറഞ്ഞല്ലോ, വിക്ഷോക്സേനൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു. അവർക്കൊക്കെ ബലിയർപ്പിക്കണം. പിന്നെ മൂലമന്ത്രം ചൊല്ലിയിട്ട് നാരായണ രൂപമായ ബ്രഹ്മത്തെ, അതായത് ബ്രഹ്മം തന്നെയാണല്ലോ, പരബ്രഹ്മം തന്നെയാണല്ലോ മഹാവിഷ്ണു രൂപം കൊണ്ടുവന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂലമന്ത്രം കൊണ്ട് ശരിക്കും പരബ്രഹ്മത്തിനെ തന്നെ, നാരായണ രൂപിയായ പരബ്രഹ്മാണെന്ന് വിചാരിക്കണം. പരബ്രഹ്മം തന്നെ എൻ്റെ മുമ്പിൽ വിഷ്ണു രൂപം എടുത്തു വന്നതാണെന്ന് ധ്യാനിച്ച് മൂലമന്ത്രം ചൊല്ലിയിട്ട് ആരാധിക്കണം എന്നാണ് പറയുന്നത്. മൂലമന്ത്രം ചൊല്ലിയിട്ട് പരബ്രഹ്മം തന്നെ എൻ്റെ മുമ്പിൽ വിഷ്ണു രൂപമായി വന്ന് നിൽക്കുകയാണെന്ന് പ്രാർത്ഥിച്ച് ആ നാരായണ രൂപത്തിനെ സ്മരിക്കണം എന്നാണ് പറയണത്. ഇനി 42 വായിക്കാം. അഭ്യർച്ച്യാഥ നമസ്കൃത്യ പാർശ്വദേഭ്യോ ബലിം ഹരേത് മൂലമന്ത്രം ജപേത് ബ്രഹ്മ സ്മരൻ നാരായണാത്മകം. ഇതിപ്പോൾ പൂജാവിധിയിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ എങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കർമ്മങ്ങളും ഭഗവതർപ്പണമായി ചെയ്താൽ മതി എന്നൊക്കെ ഭഗവാൻ തന്നെ മുമ്പ് പറഞ്ഞുല്ലോ. ഇതിപ്പോൾ ഉദ്ധവനെ എങ്ങനെയാണ് പൂജാവിധി ചെയ്യുക ചോദിച്ചപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാമെന്ന് വെച്ച് പറയുകയാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല മോക്ഷം കിട്ടാനായിട്ടേ. അതാണ് ദത്വാചമനമുച്ഛേഷം വിക്ഷ്വക്സേനായ കൽപ്പയേത് മുഖവാസം സുരഭിമത്താംബൂലാദ്യമഥാർഹയേത്. അത് കഴിഞ്ഞാൽ എന്താണ് പറയണത്? 43 അല്ലേ നമ്മൾ? അതെ, 43. ആചമനം ദത്വ, അതായത് ഭഗവാൻ ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തുല്ലോ, ഭഗവാന്റെ കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചിട്ട് ഭഗവാൻ ഞാൻ കൊടുത്ത പ്രസാദമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു, ഭഗവാൻ ഭക്ഷിച്ചു എന്ന് സങ്കല്പിച്ച സൂക്ഷ്മരൂപത്തിലാണ് ഭഗവാൻ നമ്മുടെ നൈവേദ്യമൊക്കെ ഭഗവാൻ സൂക്ഷ്മരൂപിയായി വന്ന് ആ നൈവേദ്യത്തിൻ്റെ സൂക്ഷ്മരൂപത്തിലാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നൈവേദ്യം അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും ബാക്കി, പക്ഷെ സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ കൈക്കൊള്ളൂ. അപ്പോൾ എന്താണെന്ന് പറയണമെന്ന് വെച്ചാൽ
ഈ നമ്മളിപ്പോൾ ആരാധിച്ച പ്രതിമയിലാണെന്ന് വിചാരിച്ചോളൂ, വിഗ്രഹത്തിലാണ് വെച്ചോളൂ, നമ്മൾ വിഗ്രഹത്തിന് വേണ്ടി ആരാധിച്ച നൈവേദ്യം ഭഗവാൻ സൂക്ഷ്മരൂപത്തിൽ വന്ന് സൂക്ഷ്മരൂപത്തിൽ നൈവേദ്യം സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് ആത്മനീയം അവനവനും കഴിച്ചിട്ട്, അതായത് പ്രസാദമായിട്ട് കഴിച്ചാൽ മതി. ഉച്ചശേഷം ഭോജനം കഴിഞ്ഞതിന് ശേഷം വിശ്വക്സേനൻ എന്ന ഭഗവാന്റെ പാർഷദന് കൽപ്പ സമർപ്പിക്കണം. അതായത് ഭഗവാന് കൊടുത്ത് തൃപ്തിയായതിനു ശേഷം ഈ പൂജാരി ആരാധകനും കഴിക്കണം പ്രസാദമായിട്ട്. എന്നിട്ട് അതിന് ശേഷം ഭഗവാന്റെ പാർഷദനായിട്ടുള്ള വിശ്വക്സേനന് ഇപ്പോഴാണ് കൊടുക്കുന്നത്. മറ്റ് നന്ദന സുധനൊക്കെ മുമ്പ് പറഞ്ഞു അല്ലേ, വിശ്വക്സേനൻ എന്നുള്ള പാർഷദനെ അവസാനം സമർപ്പിക്കണം. അഥ സുരഭി മദ്, അതിനുശേഷം സുഗന്ധമായ താമ്പൂലാദ്യം, അതായത് വെറ്റില പാക്ക മുതലായവ മുഖവാസം നൽകി അർച്ചയത്. അത് കഴിഞ്ഞാൽ താമ്പൂലം നൽകണം. അതാണ് പറയണത്. എന്താ അറിയോ, ഈ എല്ലാ പൂജകളും ഒടുവിൽ നമുക്ക് ബ്രഹ്മത്തിനെ പ്രാപിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഭഗവാന്റെ ഭോജനം കഴിഞ്ഞാൽ ഭഗവാന്റെ മുമ്പിലിരുന്ന് ബ്രഹ്മസ്മരണയോടുകൂടി നമ്മൾ ആ ആരാധകനും ഭക്ഷണം കഴിക്കാം. വേണമെങ്കിൽ പ്രസാദമായിട്ട് കഴിച്ചാലും മതി. എന്നിട്ട് സുഗന്ധമത്തോടു കൂടിയിട്ടുള്ള താമ്പൂലം സമർപ്പിച്ചിട്ട് വീണ്ടും നമസ്കരിക്കണം എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. സമർപ്പിച്ച് പിന്നെയും പുഷ്പാഞ്ജലി ചെയ്യണം താമ്പൂലം സമർപ്പിച്ചിട്ട്. ദത്വാചമനമുച്ഛേഷം വിശ്വക്സേനായ കൽപ്പയേത് മുഖവാസം സുരഭിമത്താമ്പൂലാദ്യമഥാർഹയേത്. 44. ഉപഗായൻ ഗൃണൻ നൃത്യൻ കർമാണ്യഭിനയൻ മമ മത്കഥാഃ ശ്രാവയൻ ശൃണ്വൻ മുഹൂർത്തം ക്ഷണികോ ഭവേത്. 44. മമ കർമാണി, എൻ്റെ ലീലകളെ ഇനി വായിക്കണം അല്ലെങ്കിൽ പറയണം. എൻ്റെ ലീലകളെ ഉപഗായൻ ഗാനം ചെയ്തുകൊണ്ടും, ഭാഗവതം വായിക്കാന്നർത്ഥം. ഇപ്പോൾ നമ്മൾ ദശമസ്കന്ധം വായിച്ച ഭഗവാന്റെ ലീലകളാണ് മുഴുവൻ. ദശമസ്കന്ധത്തിലെ പൂതനാമോക്ഷായാലും വേണ്ടില്ല, ചടകാസുരനായാലും വേണ്ടില്ല, കാളിയമർദ്ദനായാലും വേണ്ടില്ല, അല്ലേ, അഘാസുരവധായാലും വേണ്ടില്ല, എത്ര ലീലകളാണ്. അതൊക്കെ അതിലത്തെ ഏതെങ്കിലും എടുത്തിട്ട് ഗാനം ചെയ്തുകൊണ്ടും, ഗൃണൻ കീർത്തനം ചെയ്തുകൊണ്ടും, അഭിനയൻ അഭിനയിച്ചുകൊണ്ടും, ഇപ്പം അങ്ങനെ ഡ്രാമ പോലെ ചെയ്യാച്ച അതും നന്ന്, നൃത്യൻ അങ്ങനെ നൃത്തം വെച്ചുകൊണ്ട്, ഇപ്പോൾ കഥകളിയൊക്കെ കുചേലവൃത്തമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതുപോലെ ആയാലും മതി, നൃത്തം വെച്ചുകൊണ്ടും, മത് കഥ എൻ്റെ കഥകളെ ശ്രാവയൻ ബാക്കിയുള്ളവരെ ശ്രവണം ചെയ്യിപ്പിച്ചുകൊണ്ടും, ശൃണ്വൻ അവനവൻ കേട്ടുകൊണ്ടും, മുഹൂർത്തം ഒരു മുഹൂർത്തക്കാലം, ക്ഷണിക ഭവേത് ഇങ്ങനെ വിചാരങ്ങളെ ബാക്കിയെല്ലാം വിസ്മരിച്ച് ഉത്സാഹത്തോടു കൂടി ഈ എന്നെ ആരാധിക്കണതിൽ തന്നെ മനസ്സ് വയ്ക്കണം. എന്താണ് പറഞ്ഞത് ഭഗവാൻ? അത് ഉടനെ അങ്ങോട്ട് കഴിഞ്ഞാൽ നീട്ടു പോയിട്ട് ടി വി കാണുക, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ട് ഭഗവാൻ, അല്ലേ. ടി വി കാണുക എന്ന് പറയുന്നില്ലെങ്കിലും എന്താണ് പറയുന്നത് വെച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ താമ്പൂലമൊക്കെ സമർപ്പിച്ച് നമസ്കരിച്ചതിന് ശേഷം ഭഗവാന്റെ നമ്മളെ ആ വിഗ്രഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് ഭഗവാന്റെ ലീലകളെപ്പറ്റി പറയുക, പാടുക, നാമം ജപിക്കുക, നൃത്തം ചെയ്യുക, ഭഗവാന്റെ കർമ്മങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കാം. അങ്ങനെയാവാം. മറ്റുള്ളവരെ കൊണ്ട് അഭിനയിപ്പിക്കാം, മറ്റുള്ളവരെ കൊണ്ട് പാടിക്കാം. അതായത് ബാക്കിയുള്ളവരെ ഈ ഭഗവാന്റെ ലീലകളെ കേൾപ്പിച്ചും, ബാക്കിയുള്ളവർ കീർത്തിക്കുന്നത് അവനവൻ കേട്ടും, സമയം പോണത് അറിയാതെ വേറെ ഒന്നും ചിന്തിക്കാതെ ഒരു മുഹൂർത്തമെങ്കിലും അങ്ങനെ ഇരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെ വേണമെങ്കിൽ എന്നെ സ്തുതിക്കാം, പക്ഷെ എന്നെ പറ്റിയിട്ടുള്ളത് ആവണമെന്ന് മാത്രമേ പറയുള്ളൂ. അതായത് കുട്ടനെ അങ്ങോട്ട് നിർത്തി പോണ്ട, കുറച്ച് നേരം എന്നിൽ തന്നെ മനസ്സ് വെച്ച് എന്നെപ്പറ്റി പാടിയിട്ടും പുകഴ്ത്തിയിട്ടും, ബാക്കിയുള്ളവർ പാടണമെന്നും പുകഴ്ത്തണമെന്നും കേട്ടിട്ടും, പിന്നെന്താണ് ഞാൻ നാടകങ്ങൾ എന്നെ പറ്റിയിട്ടുള്ള കഥകളിലെ നാടകങ്ങൾ കളിച്ചും, അല്ലെങ്കിൽ കഥകളി കളിച്ചും കണ്ടിട്ടും, കൃഷ്ണനാട്ടം കണ്ടിട്ടോ കൃഷ്ണനാട്ടം കളിച്ചിട്ടോ, അല്ലേ, പിന്നെ എന്താ പറയുക, ബാക്കിയുള്ളവർ പാടണമെന്നും എങ്ങനെയെങ്കിലും കുറേ സമയം ഭഗവത് സ്മരണയെ തന്നെ പിന്നെയും കഴിയണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഉപഗായൻ, നോക്കട്ടെ സമയം, ഉപഗായൻ ഗൃണൻ നൃത്യൻ, ഒക്കെ നൃത്യമൊക്കെ പറയണ്ടേ. കർമാണ്യഭിനയൻ മമ മത്കഥാഃ ശ്രാവയൻ ശൃണ്വൻ മുഹൂർത്തം ക്ഷണികോ ഭവേത്. ഒന്നും കൂടി ചെയ്യാം. 45.
സ്തവൈരുച്ചാവചൈഃ സ്തോത്രൈഃ പൗരാണൈഃ പ്രാകൃതൈരപി സ്തുത്വാ പ്രസീദ ഭഗവന്നിധി വന്ദേത ദണ്ഡവത്. ഇനി ദണ്ഡ നമസ്കാരമൊക്കെ ചെയ്യണം, ഒന്നും കൂടി പറയേണ്ടത് 45. ഉച്ചാവചൈ പലവിധമായ പൗരാണൈഹി പുരാണങ്ങൾ, പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ, സ്തവൈ സ്തുതികളും, എത്ര സ്തുതികളുണ്ട് ഭാഗവതത്തിലൊക്കെ അല്ലേ, അതിലത്തെ സ്തുതികളൊക്കെ ചെല്ലുക. പ്രാകൃതൈഹി വർത്തമാനത്തിൽ, അതായത് പ്രാകൃത ഭാഷയിൽ, അതായത് ഇപ്പോൾ സംസ്കൃതത്തിലുള്ള തന്നെ വേണമെന്നില്ല, നാടൻ നമ്മുടെ അതാത് ദേശഭാഷയിൽ എഴുതിയതാണെങ്കിലും മതി, ദേശഭാഷയിൽ എഴുതിയതും ചെല്ലാം. അതായത് ഇപ്പോൾ പൂന്താനത്തിൻ്റെയൊക്കെ മലയാളത്തിലുള്ളത് അല്ലേ, നമ്മളതൊക്കെ ചെല്ലുമല്ലോ, അതൊക്കെ ചെല്ലാം. അല്ലെങ്കിൽ സംസ്കൃതത്തിലത്തെ ഇപ്പോൾ രാമായണത്തിലത്തെ തുഞ്ചചരിത്രത്തിൻ്റെ രാമായണത്തിലത്തെയോ, അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിലത്തെയോ, അല്ലെങ്കിൽ വ്യാസഭഗവാന്റെ സംസ്കൃതത്തിലുള്ള ഭാഗവതത്തിലത്തെയോ, എന്ത് വേണമെങ്കിൽ മലയാളത്തിലുള്ള എഴുത്തച്ഛൻ്റെ ഭാഗവതത്തിലത്തെയോ ഒക്കെ ചെല്ലാം. സ്തോത്രൈഹി സ്തോത്രങ്ങളാലും സ്തുത്വ സ്തുതിച്ചുകൊണ്ട് ഭഗവൽ പ്രസീദ ഭഗവാനെ സ്തുതിച്ച് ഈശ ഹേ ഈശ്വര മൃത്യുഗ്രഹണാർണവാത്. അത് പിന്നെ അടുത്ത ശ്ലോകം കൂടി ആയിട്ടാട്ടോ, അതും കൂടി നമുക്ക് ചെയ്യാം, എന്നാൽ കഴിഞ്ഞത് അതും കൂടി. ശിരോമത് പാദയോഹ കൃത്വ ബാഹുഭ്യം ച പരസ്പരം പ്രപന്നം പാഹിമാം ഈശ ഭീതം മൃത്യുഗ്രഹാർണവാത്. അതെ, അതും കൂടി കഴിഞ്ഞിർത്താം. ഇങ്ങനെയൊക്കെ ചൊല്ലിയിട്ട് പറയുക, എന്താ പറയുക, ഹേ ഈശ്വര മൃത്യുഗ്രഹാർണവാത്, ഈ മൃത്യുരൂപമായ ഈ മുതലകൾ നിറഞ്ഞ ഈ സംസാരസാഗരത്തിൽ, മൃത്യുവാകുന്ന മുതലകളാൽ നിറഞ്ഞ ഈ സംസാരസാഗരത്തിൽ ഭീതം, അയ്യോ എനിക്ക് പേടിയാവണു, പ്രപന്നം ആയതുകൊണ്ട് ഞാൻ എന്താ ശരണാഗതി അറിയണു, മാം എന്നെ പാഹി ഇതി, അങ്ങനെ പറഞ്ഞ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പരസ്പരം ബാഹുഭ്യാഞ്ച രണ്ടു കൈകാലുകളെ കെട്ടിക്കൊണ്ട് ശിര തലയെ മത് പാദയോഹ കൃത്വ, അതായത് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ദണ്ഡവത് വന്ദേന, ദണ്ഡം പോലെ നമസ്കരിക്കണം, ഒരു വടി പോലെ എൻ്റെ കാൽക്കൽ വീഴണം, അതാണ് പറഞ്ഞത്. ഇപ്പം അതോടെ അത് കഴിഞ്ഞാൽ നല്ല സ്ഥലം നിർത്താൻ. അപ്പം എന്താണ് നമ്മളിതിൽ പറഞ്ഞല്ലോ, പാടി നാമം ജപിച്ച് നൃത്തം ചെയ്തും ഭഗവാന്റെ കർമ്മങ്ങളൊക്കെ സ്വന്തം അഭിനയിച്ചിട്ടും മറ്റുള്ളവരെ കൊണ്ട് ഗാനം ചെയ്യിപ്പിച്ചിട്ടും ഒക്കെ കുറച്ച് നേരം ഇരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഉറക്കയും പതുക്കെയും ഒക്കെ ചെല്ലുന്ന സ്തുതികളിൽ നമ്മളെ സംസ്കൃതത്തിലാണെങ്കിലും അതാത് ദേശങ്ങളിലെ ഭാഷയിലാണെങ്കിലും പുരാണങ്ങളിലുള്ളതായിട്ടുള്ള കഥകളൊക്കെ എന്നെ പറ്റിയിട്ടുള്ളതൊക്കെ സ്തുതികളൊക്കെ എനിക്ക് എന്നിൽ പ്രസാദിക്കണേ എന്ന് പറഞ്ഞ് ചെല്ലാം. എന്നിട്ട് നമസ്കരിക്കുക. എന്നിട്ട് ശിരസ് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച് രണ്ട് കൈകൊണ്ടും കാലിനെ കൂട്ടിപ്പിടിച്ച് ഭഗവാന്റെ കാല് പിടിക്കുകയാണെന്ന് സങ്കല്പിച്ച് നമ്മൾ നേരെ സാഷ്ടാംഗം നമസ്കരിക്കുക. എന്നിട്ട് രണ്ട് കൈയും ഭഗവാന്റെ കാലിനെ ഇങ്ങനെ പിടിച്ചിറക്കുകയാണെന്ന് സങ്കല്പിച്ചിട്ട് മരണത്തെ ഭയന്നിട്ട് ഞാൻ അതായത് ഭീതം മൃത്യുഗ്രഹാർണവാത് എന്ന് പറഞ്ഞില്ലേ, ഈശ്വര ഈ സംസാരസാഗരത്തിൽ നിറച്ച് മൃത്യുവാകുന്ന മുതലകളുണ്ട്, എനിക്കതിനെ പേടിയായിട്ട് വയ്യ, അതുകൊണ്ട് ഞാൻ ഇതാ ശരണാഗതി അടയുന്നു, എന്നെ രക്ഷിക്കണേ. അതാണ് പ്രപന്നം പാഹിമാമീശ ഭീതം മൃത്യുഗ്രഹാർണവാത്. അങ്ങനെ പറഞ്ഞിട്ട് വേണം. ഞാൻ ഇതാ ശരണാഗതി അടയണു, പ്രപന്നം ശരണാഗതി, ഞാൻ ഇതാ പ്രപന്നം ഞാൻ ശരണാഗതി അടയുന്നു, പാഹിമാമീശ എന്നെ രക്ഷിക്കണേ. എന്തിൽ നിന്ന്? ഈ മൃത്യുവാകുന്ന മുതലകൾ നിറഞ്ഞ ഈ സംസാരസാഗരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരു വടി പോലെ വീണ് നമസ്കരിച്ച് ഭഗവാന്റെ പാദങ്ങളെ രണ്ട് കൈ കൊണ്ടും കെട്ടിപ്പിടിക്കണം, സങ്കല്പിച്ച് നമസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നാളെ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 46 47 വായിച്ച് ഇന്നത്തെ ഇവിടെ നിർത്താം. സ്തവൈരുച്ചാവചൈഃ സ്തോത്രൈ പൗരാണൈഃ പ്രാകൃതൈരപി സ്തുത്വാ പ്രസീദ ഭഗവന്നിധി വന്ദേത ദണ്ഡവത് ശിരോമത് പാദയോഹോ, എൻ്റെ പാദങ്ങളെ ശിരസ് എൻ്റെ പാദങ്ങളിൽ വെച്ചിട്ട് കൃത്വാ ബാഹുഭ്യാം ച പരസ്പരം, കൈകളെ കൊണ്ട് എൻ്റെ കാലിനെ കെട്ടിപ്പിടിച്ച് പ്രപന്നം, എന്നിട്ട് പറയണം പ്രപന്നം പാഹിമാമീശ, ഭഗവാനേ ഞാൻ ശരണാഗതി അടയണു, എന്നെ രക്ഷിക്കണേ. എന്തിൽ നിന്ന്? ഭീതം മൃത്യുഗ്രഹാർണവാത്, അതിഭയാനകമായിട്ടുള്ള
മൃത്യു എന്ന മുതല നിറഞ്ഞ ഈ സംസാര സാഗരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം. നമുക്കെല്ലാവർക്കും അവസാനത്തെ ആ വരി ചൊല്ലി നമസ്കരിച്ച് മനസ്സുകൊണ്ട് നമസ്കരിച്ച് നമുക്കിവിടെ നിർത്താട്ടോ. പ്രപന്നം പാഹിമാമീശ ഭീതം മൃത്യുഗ്രഹാർണവാത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ മേ.